Hi everyone, this is what happened a day before my delivery, that is April 10th, 2026. അപ്പോൾ ഞാൻ നന്നായിട്ട് കടന്നുറങ്ങി. രാവിലെ എണീച്ചപ്പം ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ച ദോശ ആൻഡ് കോക്കനട്ട് ചട്നിയാണ്. പിന്നെ നട്ട്സൊക്കെ കഴിച്ചു. ഞാനൊരു 35 വീക്സ് ആയപ്പോഴേ ഹോസ്പിറ്റൽ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് റാപ്സ്ബെറി ലീവ്സിൻ്റെ ടീ ആണ്. ഇത് ഞാനൊരു 34 വീക്സ് തൊട്ടേ കുടിക്കുന്നുണ്ട്. ഇത് സെർവിക്സ് മെച്ചുറേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഞാൻ ഏപ്രിൽ 8th എൻ്റെ റെഗുലർ ചെക്കപ്പിന് പോയപ്പോഴത്തേക്കും PV ചെയ്തപ്പോൾ എനിക്ക് 2 സെൻറ്റിമീറ്റർ ഡയലേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഡെലിവറി ഒരു 2 ദിവസം എക്സ്പെക്റ്റ് ചെയ്യാം. അങ്ങനെ ഞാനൊരു കപ്പ് മിൽക്ക് വിത്ത് പ്രോട്ടീൻ പൗഡർ കുടിച്ചിട്ട് ആണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. ഞാൻ, എൻ്റെ ഹസ്ബൻഡ് വിഷ്ണു, അമ്മ, എൻ്റെ യങ്ങർ സിസ്റ്റർ, ഞങ്ങൾ 4 പേരും കൂടാണ് പോയത്. ഞാൻ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് എൻ്റെ ഡെലിവറി പ്ലാൻ ചെയ്തത്. എൻ്റെ ഡോക്ടറിൻ്റെ പേര് ഡോക്ടർ ഡോണ മേരി ഫിലിപ്പ് എന്നാണ്. ഞാൻ നേരെ ലേബർ റൂമിലോട്ട് പോയി. അവിടെ കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫോളേസ് കത്തീഡ്രൽ ഇട്ടു. ഇതാണ് ഞാൻ സ്റ്റേ ചെയ്ത റൂം. 6th ഫ്ലോറിലെ റൂമാണ്, സിംഗിൾ റൂമാണ്. ദെൻ ഇവിടുന്ന് നമുക്ക് പമ്പ നദിയൊക്കെ കാണാൻ പറ്റും. ഉച്ചയ്ക്ക് 12:30ക്കുള്ള ലഞ്ച് ഞാൻ ലേബർ റൂമിൽ നിന്ന് തന്നെയാണ് കഴിച്ചത്. അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങി. അതിനുശേഷം ഒരു ബ്രൗണി കഴിച്ചു. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഇത് ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിച്ച ബ്രൗണിയാണ്. പിന്നെ അതിനുശേഷം ഞാൻ നടക്കാനൊക്കെ തുടങ്ങി. ബേർത്തിങ് ബോൾ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു 28 വീക്സ് തൊട്ടേ പ്രീനേറ്റൽ യോഗ, ഹിപ്പ് ഓപ്പണിംഗ് എക്സസൈസസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയൊരു വെൽക്കം കിറ്റാട്ടോ. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം കുറച്ച് യൂസ്ഫുൾ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദെൻ വൈകിട്ട് ഒരു 5 വരെ ആയപ്പോഴത്തേക്കും ഈ ഫോളേസ് കത്തീഡ്രൽ തന്നെ ഊരിപ്പോയി. അപ്പോൾ ഞാൻ അഗെയിൻ ലേബർ റൂമിൽ റിപ്പോർട്ട് ചെയ്തു. അവർ PV ചെയ്ത് നോക്കിയപ്പം 2.5 സെൻറ്റിമീറ്റർ ഡയലേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല PV ആണെന്ന് പറഞ്ഞു. ഐ വാസ് ഹാപ്പി. ദെൻ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഓറഞ്ച് കഴിച്ചായിരുന്നു കേട്ടോ. അഗെയിൻ ഞാൻ കുറച്ച് നേരം നടന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം കടന്നു റെസ്റ്റ് എടുത്തു. പിന്നെ അമ്മ എനിക്കൊരു മുട്ട പുഴുങ്ങിയത് തന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ദെൻ പിന്നെ ഞാൻ ബേർത്തിങ് ബോളിലൊക്കെ ഇരുന്ന് എക്സസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ ഹെഡ് എൻഗേജ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഇരുന്ന് ഞാൻ വളരെ ഹാപ്പി ആയിട്ട്, വളരെ കാമായിട്ടിരിക്കാൻ ശ്രമിച്ചു ദ ഡേ ബിഫോർ മൈ ഡെലിവറി. ദെൻ രാത്രി ഞങ്ങൾ ചപ്പാത്തിയും പിക്കിളും വീട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നായിരുന്നു. കറി ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിച്ചു. ഇത് കഴിച്ചതിന് ശേഷം എനിക്കൊരു ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് ഞാൻ പെട്ടെന്നെല്ലാം വൊമിറ്റ് ചെയ്തു. പിന്നെ ഞങ്ങളുടെ കയ്യിൽ വേറെ ഫുഡൊന്നും ഇല്ലായിരുന്നു. ഹോസ്പിറ്റൽ റെസ്റ്റോറൻറ്റ് 10 മണിക്ക് അടയ്ക്കുമായിരുന്നു. അപ്പം പിന്നെ എൻ്റെ കയ്യിൽ ഒരു പ്രോട്ടീൻ ബാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ പ്രോട്ടീൻ ബാർ കഴിച്ചു. അങ്ങനെ അവരൊരു സ്ക്രബൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് കുളിച്ച് 2 സൈഡിൽ മുടിയൊക്കെ പിന്നെ ഞാൻ റെഡി ആയിട്ടിരിക്കുവാണ് പ്രസവിക്കാൻ.